കരിമീനല്ലേ ചേട്ടാ ഇത്? മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഇഷ്ടം പോലെ മീനുകൾ കിടക്കും കേട്ടോ. അതുകൊണ്ട് വലിയ കൊഞ്ചും ഞണ്ടല്ല കരിമീനാണ് കേട്ടോ ഇത്. കരിമീൻ എന്താ ആറ്റുവാളല്ലേ ഇത്? ആറ്റുവാളയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ആറ്റുവാളയുടെയൊക്കെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പറയാം. കടലും കായലോടെ മിക്സായി കിടക്കും കേട്ടോ. അഴി മുറിച്ചിട്ടേ കടലും കായലോടെ നല്ല ഒരുമിച്ച് കിടക്കുന്നൊരു വ്യൂ ആണ് കാണുന്നത്. ഇതാണ് തോട്ടപ്പള്ളി പാലം. നമ്മുടെ ആലപ്പുഴയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഈ സ്ഥലം എത്താനായിട്ട് തോട്ടപ്പള്ളി പാലം ക്രോസ് ചെയ്തിട്ട് വേണം എത്താനായിട്ട്. ഇത് വഴിയഴിയിലുള്ള ഒരു ചെറിയ പരിപാടി കേട്ടോ. നമുക്ക് ലേലത്തിലൊക്കെ പോയി സാധനം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് സാധനം, നല്ല വലുപ്പമുള്ള കൊഞ്ചും ഞണ്ടും കരിമീനും ഒക്കെ കിട്ടും. ഈ തോട്ടപ്പള്ളി പാലം അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ആലപ്പുഴ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കാണിക്കും. തോട്ടപ്പള്ളി പാലം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ റോഡ് സൈഡിലുണ്ട്. ഇതുണ്ട് നമുക്ക് വലിയ കൊഞ്ചും ആറ്റുവാളയും കരിമീനും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലും നമുക്ക് ആദ്യം ഞങ്ങളുടെ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തമ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അയച്ച് തരികയും ചെയ്യണേ. ആറ്റുവാളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ആറ്റുവാളയുടെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ പറയാം. കൊഞ്ചിൻ്റെ ചേട്ടാ ഇത് എത്ര ചേട്ടാ കൊഞ്ചിൻ്റെ വില? ഇതെത്ര ചേട്ടാ കൊഞ്ചിൻ്റെ വില എത്ര ആണോ? ഓ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയത്. അതിൻ്റെ താഴത്തെ ഇതോ? ഞാൻ അവിടെ അതിൻ്റെ അപ്പുറത്ത് കൊണ്ട് കേട്ടോ ലേലക്കടവ്. അപ്പം നമുക്ക് ലേലക്കടവല്ല, ഈ സാധനങ്ങളൊക്കെ ഉള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഫ്രഷാണ്. ഈ കൊഞ്ച് കണ്ടോ? ഈ കൊഞ്ചിന്റെ ചേട്ടാ ഇത് എത്ര ചേട്ടാ കൊഞ്ചിന്റെ വില? ഇതെത്ര ചേട്ടാ കൊഞ്ചിന്റെ വില എത്ര ആണോ? ഓ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയത് കേട്ടോ. അതിന്റെ താഴത്തെ ഇതോ? ചേട്ടാ അവിടെ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ലേലക്കടവ്. അപ്പം നമുക്ക് ലേലക്കടവല്ല, ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉള്ള ഇത് ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷാണ് സംഭവം. തന്നെ ഇവിടെ എല്ലാ ദിവസവും, അതായത് നമ്മുടെ തോട്ടപ്പള്ളി ഇങ്ങോട്ട് പോകുന്ന റൂട്ടിൽ എല്ലാ ദിവസവും ഈ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ കണ്ണാലിപ്പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ഈ പാലം നേരെ കയറി ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു ഷോപ്പല്ല കേട്ടോ, ചെറിയൊരു കടയാണ്. പക്ഷെ അടിപൊളി പരിപാടിയാണ്. ഇതാ വിൽക്കുന്ന ചേട്ടൻ കേട്ടോ. വിൽക്കുന്ന ചേട്ടൻ ഇതിൻ്റെ മുന്നോട്ട് വരാൻ ഒരു നാണം. അതുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് മാറിയിരിക്കുക. നമ്മളപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ അറിയാമെന്ന് പറഞ്ഞ്. ഭയങ്കര നീളമല്ലേ കാലിന്? നല്ല കാലിൻ്റെ വലിപ്പം കണ്ടോ? ഇതാണ് കൊഞ്ച് കണ്ടോ? അമ്പോ കൊഞ്ച് കണ്ടോ? ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ അടുത്തൊരു ഇതുപോലുള്ളൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്കിനി അത് കാണാൻ അങ്ങോട്ട് പോവാം. ഇങ്ങനെ താഴോട്ട് ഇവിടെ ഒരു 3-4 കടകളുണ്ട് കേട്ടോ. ഇപ്പം കരിമീന്, അതുപോലെ സിലോപ്പിയ, കാറ്റുവാള, വരാൽ, അങ്ങനെയൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. കടകളുണ്ട് കേട്ടോ. കടയിൽ ആ ചേട്ടനാണെങ്കിൽ നമുക്ക് മീൻ വേണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും ചേട്ടൻ്റെ അടുത്തോട്ട് നിർത്തിയിട്ട് നമുക്ക് ആ വീഡിയോയുടെ ബാക്കി എടുക്കാം. പുള്ളി വീഡിയോ എടുക്കാൻ സമ്മതിക്കണം അറിയത്തില്ല. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. കടൽ യൂട്യൂബ് ചാനലേ കടൽ ഞണ്ടല്ലേ? നല്ല ഫ്രഷ് സാധനമാണ്. കരിമീനല്ലേ ചേട്ടാ ഇത്? ചേട്ടാ ഇതിപ്പോ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയാൻ പറ്റും ചേട്ടാ? തോട്ടപ്പള്ളി കനാലിപ്പാലം അടുത്ത പാലമാണ്. കന്നാലിപ്പാലം. ഇത്
ഇത് തോട്ടപ്പള്ളി പാലമാണോ ഈ കാണുന്നത്? ഓ അത് ശരി. അതായത് നമ്മുടെ ഒന്നിച്ച് കിടക്കുന്ന പാലം കയറി ഇറങ്ങി കൊണ്ട് വരുന്ന സ്ഥലമായിരിക്കും അല്ലേ? ഇവിടുത്തെ വഴി സൈഡ്. ചേട്ടാ ഒരു കാര്യം, ഇപ്പൊ ദൂരെ നിന്നൊക്കെ ഉള്ളവര് വിളിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ മീൻ കൊടുക്കുമോ? അവര് പിന്നെ നമുക്ക് നമ്പർ തന്നിട്ട് പോകും. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളങ്ങനെ ഈ മത്സ്യങ്ങളുടെ വീഡിയോ ചെയ്യുന്നൊരു ഇതാ, അപ്പൊ അങ്ങനെ ആൾക്കാർ വിളിച്ചിട്ട് വരുവാണെങ്കിൽ എന്നാ ചേട്ടന് നമ്പർ എന്ന് പറഞ്ഞേക്കും ഇതിൻ്റെ അകത്തോടെ. നമ്പർ എന്ന് പറഞ്ഞു നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞേക്കും. ഈ നമ്പർ അപ്പോൾ അവർ കോൺടാക്ട് ചെയ്തിട്ട് നേരെ ഇപ്പോൾ നല്ല മീനൊക്കെയും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ ഓടി നടക്കുന്ന സമയം അല്ലേ? നമ്മുടെ തോട്ടപ്പള്ളി നല്ല ഫ്രഷ് സാധനം കായലിലും കടലിലും നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പോൾ ലേലക്കടയിലൊന്നും പോയി എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ റോഡ് സൈഡിൽ കൂടെ ഒക്കെ മിക്കപ്പോഴും യാത്ര ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിളിച്ചിട്ട് ഒന്ന് വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അതിന് വേണ്ടിയിട്ടൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം ചേട്ടാ നമ്പർ എന്ന് പറഞ്ഞേക്കോ. 97 ഒരു മിനിറ്റ് വണ്ടി ഒന്ന് പോയിക്കോട്ടെ, ഭയങ്കര സൗണ്ട്. പറഞ്ഞോ. 97 47 97 47 52 52 51 51 44. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ സാധനം കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലാഭത്തിലേക്ക് കൊടുക്കണം കേട്ടോ. വരുന്നവർക്ക് ലാഭത്തിൽ കൊടുക്കാം. ഇത് ചേട്ടാ ഞണ്ട് ഒന്ന് നോക്കിക്കോ. ബിൽസൊന്ന് നമ്മുടെ കായലിലെ ഞണ്ട് കൊണ്ടല്ലോ കേട്ടോ. ആള് ഫുള്ള് കളർഫുള്ളല്ലേ? കടലുണ്ടോ അല്ലേ? ആള് നല്ല ഗ്ലാമർ കാലമാണല്ലോ, ഫുള്ള് കളറും കാര്യങ്ങളും അല്ലേ? ഓക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളെ പേര് പറഞ്ഞില്ലായിരുന്നല്ലോ, പേരൊന്ന് പറഞ്ഞേക്കൂ. രമേശൻ. ചേട്ടൻ്റെ പേര് കവിരാജ്. അപ്പം ശരി ചേട്ടാ, ഞങ്ങൾ പോവാണ്. അടുത്ത വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലൈറ്റായിട്ടൊരു ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഹാങ് ഔട്ടിലോട്ട് കയറി. ഹാങ് ഔട്ട് 514 ഹരിപ്പാട്ട് നല്ല ഫേമസ് ഒരു ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ ഷോപ്പിൻ്റെ അകത്ത് വെച്ചേക്കുന്ന വിഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റ് ഏത് ബേക്കറികളിലും ഏറ്റവും സ്ഥലങ്ങളിലും പോയാലും കിട്ടാത്ത വെറൈറ്റി സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട്, ശരിക്കും പറഞ്ഞാൽ ഹരിപ്പാടിൻ്റെ വൺ വേയിൽ മോറെന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. ആ മോറെന്ന് പറയുന്ന ഷോപ്പിൻ്റെ മുകളിലായിട്ടാണ് ഇതുള്ളത്. ഉത്സവ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഹാങ് ഔട്ട് എന്ന് പറയുന്ന ഷോപ്പിൽ. ഇത് രണ്ടും ഒരേ സഹോദര സ്ഥാപനം തന്നെയാണ് എന്ന് നമുക്ക് പറയണം. പിന്നെ അവിടുത്തെ ഒരു മെയിൻ സാധനം സാൻഡ്വിച്ചാണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റും സൂപ്പർ അടിപൊളി സംഭവമാണ്. ഇത് വന്ന് ഒരു വട്ടം കഴിച്ചവർ എന്തായാലും ഇവിടുന്ന് തന്നെ വീണ്ടും വന്ന് കഴിക്കുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. ഒരു സാൻഡ്വിച്ചിന് 130 രൂപയാണ്. 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു പരിപാടി ഒരു ഇതായിട്ട് കഴിക്കാൻ വരുന്നവർക്ക് 2 പേർക്ക് അതും കഴിച്ച് ഒരു ഷേക്കോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ ഒക്കെ കഴിച്ച് പോകാൻ പറ്റിയൊരു സെറ്റപ്പ് അതിലുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, അധികം വെട്ടമില്ലാത്ത ലൈറ്റ് വെട്ടത്തിലൊക്കെ ഇരുന്ന് അടിപൊളി ഒരു സെറ്റപ്പിൽ വല്ലാത്തൊരു വൈബിലിരുന്ന് ഇത് കഴിക്കുന്നത് ഒരു 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 അടിപൊളി തന്നെയാണ്. അതിന് പറയാൻ വാക്കുകളില്ല. അപ്പം ഇതാണ് സാൻഡ്വിച്ച് കേട്ടോ. സാൻഡ്വിച്ച് ഇരിക്കുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കൊതിയാവുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ഇത് ദേവിയാണെങ്കിൽ പതുക്കെ കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അവൾ തീർക്കുന്നതിന് മുമ്പ് ഞാനതെടുത്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.